ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ രാവിലെ എണീറ്റപ്പോൾ തന്നെ എനിക്ക് ചെറിയ പെയിനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ട്രൂ ആണോ എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഡോക്ടറെ വിളിച്ച് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് പോരെ, ടൈമായി തുടങ്ങി. അപ്പോൾ നമ്മൾ പെട്ടിയും കിടക്കൊക്കെ എടുത്തിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക്. നല്ല ടെൻഷനുണ്ട്, കാരണം ഞാൻ എൻ്റെ ധുവനെ കൊണ്ടുപോവാതെ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ പോണത്. അവളെ ഉറക്കി കിടത്തി അവളെ സെറ്റാക്കിയിട്ടാണ് ഞാൻ പോണത്. അത് നല്ല ടെൻഷനുണ്ട്. അമ്മായി ഉണ്ട് എൻ്റെ കൂടെ. ബാക്കിയുള്ളവരൊക്കെ ഇനി പിന്നാലെ വരും. എല്ലാവരും കൂടി വന്നാൽ എനിക്ക് ടെൻഷൻ കൂടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാവരും കൂടി വരണ്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഡോക്ടറിനോട് പറഞ്ഞത് നേരെ ലേബർ റൂമൊക്കെ പോരെ, താഴത്തൊന്നും കാരണം തിരിഞ്ഞ് നിൽക്കണ്ട. അപ്പോൾ ഞാൻ നേരെ ലേബർ റൂമിൽ പോയി. ഞാൻ തിരിച്ച് റൂമിലേക്ക് എത്തുമെന്ന് വിചാരിച്ചിട്ടാണ് പോയത്. പക്ഷേ ഞാനവിടെ പെട്ടു ഗൈസ്. പുറത്താണെങ്കിൽ നല്ല മഴ. അങ്ങനെ വൈകുന്നേരം നമ്മൾ ഹോസ്പിറ്റലിലെത്തി. മാഷാ അല്ലാ, ഒരു 11:35 ആയപ്പോഴത്തേനും നമ്മൾ പ്രസവിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഓക്കെയാണ്. പിന്നെ പ്രതീക്ഷിച്ച പോലത്തെ ഒരു വീഡിയോ എടുക്കാനോ ഒന്നിനും പറ്റിയ സാഹചര്യം അല്ലായിരുന്നു. നമ്മൾ ശരിക്കും 19-ാം തീയതിയാണ് അഡ്മിറ്റ് പറഞ്ഞത്. നമ്മൾ 18-ാം തീയതി പോയി പ്രസവിച്ചു. പിന്നെയുള്ള ടെൻഷനിൻ്റെ ദുവ എങ്ങനെ ബേബിനെ അക്സെപ്റ്റ് ചെയ്യുന്നുള്ളതായിരുന്നു. ആ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ നേരം വെളുക്കാൻ വേണ്ടി കാത്തിരുന്നു. നേരം വെളുത്ത പാടന്നെ ടീംസൊക്കെ എത്തി. അൽഹംദുലില്ലാ വലിയ കുഴപ്പമൊന്നുമില്ലാതെ തന്നെ അവള് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് കുറച്ച് സമയം ആൾ നോക്കിയിരുന്ന്. ആദ്യമൊന്നും ആൾക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഞാൻ ബേബിനെ അവളെയും കൂടി അങ്ങനെ ഉണ്ട് ശരിയാക്കി. പിന്നെ രാത്രിയായിരുന്നു അവൾക്ക് ഞാനില്ലാതെ ഉറങ്ങൽ കുറച്ച് ടാസ്കായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നേരം വെളുത്ത് ആൾ ഫുള്ള് ആളും കരച്ചിൽ, ബേബിയും കരച്ചിൽ. ഞാൻ എടുക്കാനൊന്നും ആൾക്ക് വലിയ ഇഷ്ടമില്ല. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. പിന്നെ ഓരോന്നൊക്കെ കൊടുത്ത് പതിയെ ഇങ്ങനെ മയക്കിയെടുത്ത് നമുക്ക് വീണ്ടും ഒരു ഗേൾ ബേബിനെ തന്നെയാണ് പടച്ചോൻ തന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമായി. കാരണം എനിക്ക് പെൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നമ്മളെന്ന് ഡിസ്ചാർജ് ആവുകയാണ്. എൻ്റെ കയ്യിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല. അല്ലാതൊക്കെ ഇങ്ങനെ തട്ടിയൊപ്പിച്ച് ഒരു ലോങ് വീഡിയോ സെറ്റാക്കുകയാണ്. അപ്പോൾ പോവാനുള്ള ഒരു ഒരുക്കത്തിലാണ്. രാവിലെ തുടങ്ങിയതാണ് ഡിസ്ചാർജ് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ. അതിൻ്റെ ഇടയിൽ രണ്ടുപേരും സുഖമായിട്ട് കിടന്നുറങ്ങി. അപ്പോൾ ഇനിയും നമ്മൾ ഡിസ്ചാർജായിട്ട് വീട്ടിൽ പോവാണ്. ഇപ്പോൾ കുറച്ച് മഴയ്ക്ക് കുറവ് കാണുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ നമ്മൾ പോകാമെന്ന് വിചാരിച്ച്. ഇൻഷാ അല്ലാഹ് ഇനി 45 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും തിരിച്ച് വരണം. എന്തൊക്കെയോ ചെക്കപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിൽ പോയിട്ട് ഇനി എന്താവും, ഉറക്കം കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് ടെൻഷനുണ്ട്. ഇൻഷാ അല്ലാഹ് വീട്ടിൽ പോയപ്പോഴാണ് ഞാൻ ശരിക്കും സർപ്രൈസ്ഡായി. ഇങ്ങനെ എൻ്റെ ഇത്താത്താൻ്റെ കുട്ടികളാണ് എനിക്ക് ഫ്ലവറൊക്കെ തന്ന്. എനിക്ക് ഭയങ്കര സന്തോഷമായെന്ന് വെച്ചാൽ ഭയങ്കര സന്തോഷമായി. ഞാനിത് തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എത്ര താങ്ക്സ് പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം ഞാൻ അത്ര ടെൻഷനായിട്ടാണ് ഹോസ്പിറ്റലിൽ നിന്ന് വരുന്നത്. ധുവനെയും ബേബിനെയും ഒക്കെ മാനേജ് ചെയ്യണമല്ലോ. ഇനി നമ്മൾ ട്രാക്കിൽ കയറാൻ കുറച്ച് സമയം എടുക്കുമല്ലോ. അപ്പോൾ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഇവർ ഇങ്ങനൊരിത് തന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ പിന്നെ ഞങ്ങൾ വീടിൻ്റെ അകത്തൊക്കെ കയറി. അവിടെ റൂമിൽ കയറിയപ്പോൾ അതിനേക്കാളും എനിക്ക് സങ്കടമൊക്കെ വന്നു. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. നല്ല പിങ്ക് ബലൂണൊക്കെ വെച്ചിട്ട് അവരെ കൊണ്ട് കഴിയുന്ന രീതിയിൽ എന്നെ മാക്സിമം ഹാപ്പിയാക്കി, സർപ്രൈസ്ഡാക്കി. ഒരു കുഞ്ഞ് കേക്കിൻ്റെ പീസൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ കട്ട് ചെയ്ത് കഴിച്ച്. എന്തായാലും പുതിയ ബേബിക്ക് വെൽക്കം. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങളൊക്കെ കണ്ടന്നെ അറിയണം, എങ്ങനെ രണ്ടുപേരും കൂടി മിങ്കിളാവുമോ ഇല്ലേ എന്നൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.